ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം വീടായ കൊടുങ്ങൂരെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ അമ്മയും അച്ഛനും തനിച്ചാണ് താമസിക്കുന്നത്. വീട്ടിലോട്ട് വന്ന് കയറിയ പാടെ 2 മിനിറ്റുള്ളിൽ മോനായി കിടന്നുറങ്ങിപ്പോയി കേട്ടോ. അവൻ ബെൽറ്റ് പോലും നിക്കറിന് മാറിയിട്ടില്ല. പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി അറിയാമല്ലോ, പൂവൊക്കെ ഉണ്ടോ പൂവില്ലയോ എന്നൊക്കെ അറിയാൻ മുറ്റത്തിറങ്ങി ചെക്കിങ്ങാണ്. ആഹാ, എന്ത് രസം! ചെമ്പരത്തി പൂവാണോ? അല്ല, വേറെന്തോ ചെടിയാണ്. എൻ്റെ അമ്മേ, ഇത് എന്തൊരു കാറ്റാണ്! കൊടുങ്കാറ്റോ? ഇളം കാറ്റിൽ വിളയുന്ന തേങ്ങാക്കുരകളെന്ന് പറഞ്ഞ പോലെ ഇത് കൊടുങ്കാറ്റാണ് കേട്ടോ. കൊടുങ്കാടും വീടിന് ചുറ്റും നല്ല റബ്ബർ മരങ്ങളാണ് കേട്ടോ. ആഹാ, എന്തൊരു കാറ്റ്! നിങ്ങളിത് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷേ ഇന്ന് എപ്പോഴും നല്ല കാറ്റാണ്. എന്താണെന്നറിയില്ല. വല്ലതും ഇടിഞ്ഞു മറിഞ്ഞ് തലയിലോട്ട് വീഴുമോ എന്തോ അറിയില്ല. ഏതായാലും രാവിലെ അമ്മ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇഡ്ഡലി മാവ് കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്, അതുകൊണ്ട് 2 ദോശ ഉണ്ടാക്കാമെന്ന് ഞാനും വിചാരിച്ചു. ഇഡ്ഡലി മാവുമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ താരം, കാന്താരിമുളക്. ചോറും മീനും ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരിമുളകില്ലാതെ എന്തോന്ന്. അമ്മ എന്നെ മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ്, പക്ഷേ ഇവിടുത്തെ വേലിക്കരികിലെ ചെടി കണ്ടോ ഞാനങ്ങ് നിന്ന് പോയി. പക്ഷെ മീൻ മേടിച്ചു കേട്ടോ, നല്ല ഒന്നാന്തരം മീൻ. ഞാൻ കയറി വരുന്നത് കണ്ടോണ്ടായിരിക്കും തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉഷ ചേച്ചി ഇതേ എനിക്ക് റംബൂട്ടാനുമായിട്ട് വഴി നിൽപ്പുണ്ട്. ആഹാ, ചേച്ചി അത് ചുവടോടെ പറിച്ചെന്നാണ് തോന്നുന്നത്. എന്ത് രസമല്ലേ! നിങ്ങളൊക്കെ ഈ വർഷം കഴിച്ചായിരുന്നോ? ഞാനങ്ങനെ അടി വെച്ച് നമ്മുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോഴെനിക്കൊരു മണം കിട്ടി. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. ആഹാ, നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി അമ്മയും കൂടെ എന്ത് ഇത്രമാത്രം ചർച്ചയിലാണ് എൻ്റെ അമ്മോ. പിന്നെയാണ് മനസ്സിലായത്, ചേച്ചി അമ്മയ്ക്ക് വീട്ടിലെടുക്കാനായിട്ടൊരു സാരി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മ സാരി നിവർത്ത് അതിൻ്റെ ഭംഗി കാണുന്നതാണ് ഈ ചർച്ച. ചേച്ചിക്ക് കൊടുക്കാൻ അമ്മ എന്തൊക്കെയോ പറമ്പിൽ നിന്ന് പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. കുറേ മുളകാണ്. ചേച്ചി ചോദിച്ചു ഇതേതാ ഈ സവാള എന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞ്, നോക്ക്, കൈ പിടിച്ചാൽ കയ്യിൽ നിന്ന് ഇപ്പോൾ താഴെ പോകും, അത്ര വലുതാണ് കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയായ എൻ്റെ അമ്മയ്ക്ക് തുല്യമായ മേരിയാടി ദുബായിൽ നിന്ന് വന്നപ്പോൾ തന്നാണ് കേട്ടോ. നോക്കത് മുറിച്ച് വെച്ചപ്പോൾ എന്തൊരു ഭംഗിയാണ് അതിനകം കണ്ട. നല്ല രസമില്ലേ കണ്ട? നോക്ക്, നോക്ക്, ഡൈനിങ് ടേബിളിൻ്റെ വിരിയലൊരു പച്ച വീട്ടിൽ. എൻ്റെ അമ്മയെ നാളെ ലോട്ടറി അടിക്കുമെന്തോ. ആർക്കെങ്കിലും ക്യാഷ് വേണമെങ്കിൽ മുൻകൂർ കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ ഞങ്ങൾ മീൻ കുറച്ചെടുത്ത് വറുത്തു, മീൻ കറിയൊക്കെ വെച്ചു. ഇതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ചേച്ചി പിന്നെ പോയത്. മീൻ കറിയും കറി വെച്ചതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവൾ പോയി. പിന്നെ കുറേ ചെടിയുടെയും പൂക്കളുടെയൊക്കെ പടം. എനിക്ക് പിന്നെ അതാണല്ലോ ഹോബി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.